ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളം പനിച്ചൂടിൽ വിറയ്ക്കുന്നു. പനി ബാധിച്ച് ഈയിടെ മരിച്ചവരുടെ കണക്കും ഞെട്ടിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ സൗജന്യ ചികിത്സയും രോഗപ്രതിരോധ നിർദ്ദേശങ്ങളുമായി സന്നദ്ധ സംഘടനകളും സർക്കാരും സജീവമാവുന്നു. നല്ല വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഇന്ത്യയിൽ മതേതര ശക്തികളുടെ കൂട്ടായ്മയുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് കോഴിക്കോട് തുടക്കം. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI മാർച്ച്. ജിഷ്ണു പ്രണയുടെ കേസ് തേച്ചുമാച്ചു കളയാൻ അനുവദിക്കില്ലെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VK സാനു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയെ തിരിച്ചുപിടിക്കാൻ എന്തു ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് MT വാസുദേവൻ നായർ. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ മതേതര ശക്തികളുടെ കൂട്ടായ്മയുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവും ചിലർ ബോധപൂർവ്വം നശിപ്പിക്കുകയാണെന്നും AK ആന്റണി. മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ യോഗത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് കോഴിക്കോട് തുടക്കമായി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമായ 100 വർഷം പൂർത്തിയാക്കുന്ന മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം DCC ഹാളിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി നിർവഹിച്ചു. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം വർഗീയ ശക്തികളിൽ നിന്നും സംഘപരിവാറിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക എന്നതാണ്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ മതേതര ശക്തികളുടെ കൂട്ടായ്മയുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമെന്നും അത് വിജയിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മോദിയെ തുടച്ചു നീക്കുമെന്നും AK ആന്റണി കൂട്ടിച്ചേർത്തു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കൊരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോധപൂർവമായി, യാദൃശ്ചികമല്ല, ആലോചിച്ചുറച്ചൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും മുഖ്യമായ ദേശീയ അജണ്ട ഈ വർഗീയ ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക. DCC പ്രസിഡന്റ് T സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. K ശങ്കരനാരായണൻ, ആര്യാടൻ മുഹമ്മദ്, MK രാഘവൻ MP, രാമചന്ദ്രൻ, MI ഷാനവാസ്, CA ജോൺ, ശങ്കരനാരായണൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, P ശങ്കരൻ, സിറിയക് ജോൺ, MT പത്മ, P ഉഷാദേവി, മൊയ്തീൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാന സർക്കാരിന് നൽകിയ അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു പ്രണയുടെ മരണത്തിൽ ഏറ്റവും ശക്തമായ സമരങ്ങൾ നടത്തിയത് SFI ആണെന്നും കേസ് തേച്ചുമാച്ചു കളയാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അവകാശ പത്രിക സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് SFI DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുഴുവൻ കലാലയങ്ങളിലും സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിലും ജനാധിപത്യ വേദികളുടെ രൂപീകരണത്തിനും നിലനിൽപ്പിനുമായി നിയമനിർമ്മാണം നടത്തുക, ഭിന്നലിംഗ സൗഹൃദമായ വിദ്യാഭ്യാസ അന്തരീക്ഷം ഉറപ്പാക്കുക, സ്കൂൾ കോളേജ് പ്രവേശന രേഖകളിൽ സ്ഥാനം ഉറപ്പുവരുത്തുക, സ്വാശ്രയ കോളേജുകളോ കോഴ്സുകളോ പുതുതായി അനുവദിക്കരുത്, പോളിടെക്നിക് ITI സിലബസുകൾ കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങി 35 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFI സംസ്ഥാന സർക്കാരിന് അവകാശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്.
അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ ഏറ്റവും ശക്തമായ സമരങ്ങൾ നടത്തിയത് SFI ആണെന്നും കേസ് തേച്ചുമാച്ചു കളയാൻ SFI അനുവദിക്കില്ലെന്നും ഇനിയും ഒരു ജിഷ്ണു പ്രണോയ് ഉണ്ടാവാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആ കേസ് തേച്ചു മായ്ച്ചു കളയാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി നിരവധി വിദ്യാർത്ഥികളാണ് മാർച്ചിന് എത്തിയത്. സച്ചിൻ ദേവ്, AK സജിത്, രാഹുൽ രാജ്, ഫഹദ് ഖാൻ, വർണ S ചന്ദ്രൻ, ദിൽഷി ദാസ്, T അരുൺ തുടങ്ങിയവരാണ് മാർച്ചിന് നേതൃത്വം നൽകിയത്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയെ തിരിച്ചുപിടിക്കാൻ എന്തു ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് MT വാസുദേവൻ നായർ. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ടൗൺ ഹാളിൽ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് പുരോഗമന സാഹിത്യ സംഘം ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പ്രശസ്ത എഴുത്തുകാർ പങ്കെടുത്ത ദേശീയ സെമിനാർ കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് വൈശാഖൻ അധ്യക്ഷത വഹിച്ച സെമിനാർ MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സാമൂഹിക ജീവിതത്തിൽ തിരുത്തപ്പെടേണ്ടതായ തെറ്റുകൾ പ്രത്യക്ഷമാണ്. അതിലേക്കാണ് നമ്മുടെ സംഘചൈതന്യം പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയെ തിരിച്ചുപിടിക്കാൻ നാം എന്തു ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവിതത്തിന്റെ കറുത്ത വശങ്ങളെ ഒരിക്കലും കാണാതെ പോയിരുന്ന ഗദ്യസാഹിത്യം അതിൽ വ്യത്യാസപ്പെട്ടുകൊണ്ട് എഴുത്തുകൾ വന്നപ്പോൾ കേസിൽ ഒരു ലേഖനം എഴുതിയിരുന്ന മംഗളൂറ്റി തകഴിയുടെ ശല്യം. ചടങ്ങിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി മുഖ്യപ്രഭാഷണം നടത്തി. തമിഴ്നാട് മൂർപോക്ക് എഴുത്താളർ സംഘം പ്രസിഡന്റ് തമിഴ് ശെൽവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. MLA മാരായ A പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി, VT സുരേഷ്, TR അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന സെമിനാറിൽ ജാനമ്മ കുഞ്ഞുണ്ണി, വേണു പാലൂർ, പ്രൊഫസർ MM നാരായണൻ തുടങ്ങിയവരും പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി ജൂൺ 4 മുതൽ ആരംഭിച്ച ചരിത്ര ചിത്ര പ്രദർശനവും സമാപിച്ചു. ACV ന്യൂസ് കോഴിക്കോട്. ലക്ഷ്യമടുത്താണെങ്കിലും ഓടിയെത്താൻ ദൂരം ഏറെയാണ് പുല്ലൂരാമ്പാറയിലെ ചുണക്കുട്ടികൾക്ക്. എങ്കിലും റെക്കോർഡുകൾ ഭേദിക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഇവരെ തളർത്തുന്നില്ല. ഇനി ഇവർക്കൊപ്പം അൽമുർഷിദ് ഫൗണ്ടേഷനുമുണ്ട്. കേരളം ഇന്ന് കായിക കുതിപ്പിലാണ്. ഈ കുതിപ്പിന് മികച്ച സംഭാവനകൾ നൽകാൻ മലബാർ സ്പോർട്സ് അക്കാദമിയിലെ താരങ്ങളുമുണ്ട്. ഈ താരങ്ങൾ കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാമ്പാറ എന്ന ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. ഒരു ഗ്രാമീണ മേഖലയുടെ മുഴുവൻ കൂട്ടായ്മയും പരിശീലകനായി ടോമി ചെറിയാനുമുള്ളതാണ് ഈ കായിക താരങ്ങളുടെ വിജയം. പരിശീലനത്തിനേക്കാൾ അപ്പുറമായി തങ്ങളുടെ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള മനോധൈര്യം കൂടി ഇവർക്ക് പകർന്നു നൽകുന്നു ടോമി ചെറിയാൻ. പരിമിതികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഇവർ കീഴടക്കുന്ന വിജയത്തിന് പൊൻതിളക്കമാണ്. പ്രാക്ടീസിനായി നല്ലൊരു ഗ്രൗണ്ടോ നല്ല കായികോപകരണങ്ങളോ കഴിക്കാൻ നല്ല ഭക്ഷണമോ ഇവർക്കില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നും വർഷത്തിൽ 1 ലക്ഷം രൂപ മാത്രമാണ് ലഭിക്കുന്നത്. പുല്ലൂരാമ്പാറയിൽ നിന്ന് ഒരു ഒളിമ്പ്യൻ എന്നതാണ് ഇവരുടെ കോച്ചായ ടോമി ചെറിയാന്റെ സ്വപ്നം. ഈ സ്വപ്നം പൂവണിയണമെങ്കിൽ സർക്കാരിന്റെ പിന്തുണ കൂടിയേ തീരൂ. അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ശരിക്കും. നമ്മൾ നമ്മുടെ പരമാവധി ഓടും. നമ്മൾ എന്നും മണ്ണിൽ തന്നെ ഓടണം. ഇപ്പോൾ സിന്തറ്റിക് ട്രാക്കിൽ നമ്മൾ പരിശീലിക്കണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വേണം. അവിടെ പരിശീലിക്കുന്നത് തന്നെ ഫീസ് ചെയ്തിട്ട് മാത്രമേ ഈ കുട്ടികൾക്ക് പരിശീലിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുള്ളൂ. അതൊക്കെ വലിയ പരാധീനതയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രാക്കെങ്കിലും സിന്തറ്റിക്കായിട്ട് മാറുക, ജമ്പിങ് പിറ്റുകളും സിന്തറ്റിക്കായിട്ട് മാറിക്കഴിഞ്ഞാൽ തന്നെ ഫുള്ള് കോട്ടൊന്നും ട്രാക്ക് എന്ന് പറഞ്ഞാൽ ട്രാക്കാണ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ടർഫൊന്നും ആവേണ്ട മിനിമം സൗകര്യത്തോടു കൂടി നമ്മൾ ചെയ്തു തന്നാൽ ഒരുപാട് പ്രകടന നിലവാരത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ താരങ്ങളെ ഗവൺമെന്റ് കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇവർ പുല്ലൂരാമ്പാറക്കാരായതുകൊണ്ടോ അതോ മറ്റു പലരെയും ഉയർത്താൻ വേണ്ടി ഇവരെ തഴയുന്നുവോ? വിവിധ മേഖലകളിൽ നിന്ന് വാഗ്ദാനങ്ങൾ ഏറെ നൽകുന്നു ഈ താരങ്ങൾക്ക്. എന്നാൽ അവ വാഗ്ദാനമായി മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇനിയും വൈകിയാൽ നാടിന് നഷ്ടമാകുന്നത് ഒരുപറ്റം മികച്ച താരങ്ങളെയാകും. പൊരുതി ഉയരുന്നതിനും പരിധിയുണ്ടെന്ന് നമ്മുടെ സർക്കാർ ഓർക്കുന്നത് നന്നാകും. എങ്കിലും ഒന്നോർക്കണം, കഴിവുള്ളവരെ അംഗീകരിക്കുന്ന സമൂഹമാണ് നമ്മുടേത്. അതിന് തെളിവാണ് ഈ ചുണക്കുട്ടികൾക്ക് യാത്രാ സൗകര്യങ്ങൾക്കും മികച്ച സ്പോർട്സ് കിറ്റുമൊക്കെ നൽകുന്നതിനായി അൽമുർഷിദി ഫൗണ്ടേഷൻ എന്ന ഒരു സ്പോൺസറെ കിട്ടി എന്നുള്ളത്. മത്സരങ്ങൾക്ക് വേണ്ടി പോകുന്നതിനുള്ള സൗകര്യത്തിനായിട്ട് ഒരു സ്പോൺസറെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ വിദഗ്ധമായ പരിശീലനം ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങളോ നല്ല അത്യാധുനിക ജിംനേഷ്യമോ ഒന്നും ഞങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടില്ല. അതിനാൽ ഇത്തരം ഒരു സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഇന്ത്യക്ക് ഒരു ഒളിമ്പിക്സ് മെഡൽ ഞങ്ങളുടെ ഈ അക്കാദമിയിൽ ഞങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്ന് വളരെയേറെ ഉറപ്പുണ്ട്. ഇനി ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുല്ലൂരാമ്പാറ എന്ന ഗ്രാമവും ഇവരുടെ പ്രിയപ്പെട്ട ടോമി മാഷും ഇവർക്കൊപ്പം എന്നും ഉണ്ടാകും. വാർത്തകൾ ഒരിടവേള.
need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറ സാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്. സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം. +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണെന്ന് പി വിശ്വൻ മാസ്റ്റർ. സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക സംഘം ജില്ലാ കമ്മിറ്റി ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കന്നുകാലി കശാപ്പ് നിരോധന ഉത്തരവ് പിൻവലിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ശക്തമാക്കിയാണ് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ടൗൺ ഏരിയ കമ്മിറ്റി അംഗമായ വാസുദത്തൻ മാർച്ചിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ധർണ കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി പി വിശ്വൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഭരണം കോർപ്പറേറ്റുകളുടെ കയ്യിലാണെന്നും ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഭരണം നിയന്ത്രിക്കുന്നത് അവരാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കോർപ്പറേറ്റുകളാണ്, ആ ഭരണവർഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ത്യയിൽ മാറി മാറി ഭരിക്കുമ്പോൾ അവസാനമായി വീണ്ടും അധികാരത്തിൽ വന്ന BJP സർക്കാർ ഈ രാജ്യത്തെ കൃഷിക്കാരനെ മുച്ചൂടും മുടിക്കുന്നു. അവന്റെ കടം എഴുതി തള്ളാതെ വൻകിടക്കാരുടെ കടം എഴുതി തള്ളുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PK സത്യൻ, K കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്യെത്തുന്നൂരത്ത് കലക്ടറുടെ അദാലത്തിന് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി. VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. വീട് നിർമ്മാണത്തിന് അനുമതി ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷകളാണ് തീർപ്പാക്കുക. കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ ഓഫീസുകൾ, കൃഷി ഓഫീസുകൾ, പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസുകൾ, റവന്യൂ ഡിവിഷണൽ ഓഫീസ്, കളക്ടറേറ്റ് എന്നിവിടങ്ങളിലും 2017 ഏപ്രിൽ 30 വരെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതും ഉൾപ്പെടാത്തതുമായ സ്ഥലത്തെ വീട് നിർമ്മാണത്തിന് അനുമതി ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായാണ് ജില്ലാ കളക്ടർ UV ജോസിന്റെ നേതൃത്വത്തിൽ അദാലത്തിന് തുടക്കമായത്. അപ്പോൾ അതിനകത്തുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ നമുക്ക് ഗവൺമെന്റിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും. പക്ഷെ ചെയ്യാവുന്ന കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് ചെയ്തു തരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ 2500 ഫയലുകൾ ഓരോ ഓഫീസിലും പോയി അതിനകത്ത് നോക്കാൻ വയ്യാത്തത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് തീർപ്പാക്കണം എന്നുള്ളത് കൊണ്ട് ഒരു സമയബന്ധിതമായിട്ട് ഇന്നും അതുപോലെ തന്നെ നാളെയും 11-ാം തീയതിയും 3 ദിവസങ്ങളിലായി ജില്ലയിൽ ഈ മുഴുവൻ സ്ഥലങ്ങളെയും മുഴുവൻ പഞ്ചായത്തുകളും ലോക്കൽ ബോഡീസിനെയും കവർ ചെയ്തുകൊണ്ട് ഈ കയ്യെത്തും ദൂരത്ത് കോഴിക്കോട് ബ്ലോക്ക് ഓഫീസിലായിരുന്നു അദാലത്ത് നടന്നത്. രാവിലെ കോഴിക്കോട് കോർപ്പറേഷൻ, കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്കുകൾ, രാമനാട്ടുകര, ഫറോക്ക് നഗരസഭകൾ എന്നിവിടങ്ങളിലെയും ഉച്ചയ്ക്ക് കൊടുവള്ളി, ചേളന്നൂർ ബ്ലോക്കുകൾ, കൊടുവള്ളി, മുക്കം നഗരസഭകൾ എന്നിവിടങ്ങളിലെയും അപേക്ഷകൾ പരിഗണിച്ചു. രാവിലെ 9:30 മുതലായിരുന്നു അദാലത്ത്. വെള്ളിയാഴ്ച പന്തലായിനി ബ്ലോക്ക് ഓഫീസിലാണ് അദാലത്ത്. രാവിലെ കൊയിലാണ്ടി നഗരസഭ, പന്തലായിനി, ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ഉച്ചയ്ക്ക് പേരാമ്പ്ര, മേലടി ബ്ലോക്കുകൾ,
പയ്യോളി നഗരസഭ എന്നിവിടങ്ങളിലെയും അപേക്ഷകൾ പരിഗണിക്കും. 11-ന് വടകര ബ്ലോക്ക് ഓഫീസിലാണ് അദാലത്ത്. രാവിലെ വടകര തൂണേരി ബ്ലോക്കുകൾ, വടകര നഗരസഭ എന്നിവിടങ്ങളിലെയും ഉച്ചയ്ക്ക് കുന്നമ്മൽ തോടന്നൂർ ബ്ലോക്കുകളിലെയും പരാതികൾ പരിഗണിക്കും. ചെമ്പനോടെ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വില്ലേജ് ഓഫീസർ നിരപരാധിയാണെന്നും നിയമത്തിന്റെ വഴിയെയാണ് അദ്ദേഹം സഞ്ചരിച്ചതെന്നും പുരുഷൻ കടലുണ്ടി MLA. കേരള PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം നടന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിനും PSCയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ചർച്ച നടത്താൻ വേണ്ടിയാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. PSC എംപ്ലോയീസ് യൂണിയന്റെ 44ാം സംസ്ഥാന സമ്മേളനം ആഗസ്റ്റിൽ തൃശൂരിലാണ് നടക്കുന്നത്. എഞ്ചിനീയേഴ്സ് ഹാളിൽ നടന്ന സമ്മേളനം പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. ചെമ്പനോട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വില്ലേജ് ഓഫീസർ നിരപരാധിയാണെന്നും നിയമത്തിന്റെ വഴിയാണ് അദ്ദേഹം സഞ്ചരിച്ചതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്നും PSC ജീവനക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെമ്പാനോട് ആവർത്തിക്കാൻ പാടില്ല. മുരളി മാഷ് ചെമ്പാനോട് നല്ല പറയും. മറ്റേ ഇയാൾ ആത്മഹത്യ ചെയ്ത് കർഷകൻ ചെമ്പനോട് ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ജനങ്ങളുടെ പക്ഷത്ത് എന്താ? അവിടെ എന്തോ റവന്യൂ ഇൻസ്പെക്ടർ എന്തോ ചെയ്തു. അയാളൊരു കാര്യം ചെയ്തില്ല. നിയമാനുസൃതമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, അത് ചെയ്യണ്ടേ? 77 മുമ്പുള്ളതാണെങ്കിൽ കൊടുക്കാം, അല്ലാത്താണെങ്കിൽ എന്ത് ചെയ്യണം? കിട്ടണം. പക്ഷെ ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട ആരാ? പ്രസ്ഥാനങ്ങളാണ്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനിത S അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷാജഹാനം, സെക്രട്ടേറിയറ്റ് അംഗം CC ഷെറീന, FSCTO ജില്ലാ സെക്രട്ടറി M മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രങ്ങൾ പതിവ് പോലെ സുൽത്താന്റെ അനുസ്മരണത്തിനെത്തിയവരെ സ്വീകരിച്ചു. ബൈലാലിന്റെ മുറ്റത്തെത്തിയ വിശിഷ്ടാതിഥികളെ വരവേറ്റത് സുൽത്താന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം കഥാപാത്രങ്ങളായി എത്തിയ കുരുന്നുകളുമായിരുന്നു. മലയാള സാഹിത്യത്തിലെ ഇതിഹാസ പുരുഷൻ വിടവാങ്ങിയ ദിവസം ഇമ്മിണി വലിയ ഓർമ്മകളുമായി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഒത്തുകൂടി. അതിഥികൾ മാങ്കോസ്റ്റൻ മരത്തിന്റെ ചുറ്റും നിന്ന് ബഷീറിന്റെ ഓർമ്മകൾ ആവാളം ഉൾക്കൊണ്ടു. വൈകിട്ട് നടന്ന അനുസ്മരണ ചടങ്ങിൽ ബഷീറിന്റെ മകൻ ആനിസ് ബഷീർ സ്വാഗതം പറഞ്ഞു. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്നും വായനക്കാരെ വിസ്മയിപ്പിക്കുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതോ അദൃശ്യമായ കൈകൾ പിടിച്ച് ബഷീർ നടത്തിയ യാത്രകളായിരുന്നു അദ്ദേഹത്തെ മികച്ച എഴുത്തുകാരനാക്കിയത്. വേദന കൊണ്ട് പുഷ്പിക്കുന്ന വൃക്ഷമായി കാലം അദ്ദേഹത്തെ മാറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഷീറിനെ പോലൊരു ജീവിതം നമ്മുടെ അറിവിൽ ആരെങ്കിലും ജീവിച്ചിട്ടുണ്ട്? സൂഫിയായി നടന്നു, രാഷ്ട്രീയക്കാരനായി നടന്നു, ഒളിവിൽ പോയി, ജയിലിൽ പോയി, കച്ചവടം ചെയ്തു, കുസ്തി നടത്തി, എല്ലാം ചെയ്യാത്ത എന്താണ് അദ്ദേഹം ചെയ്യാത്തത്? കച്ചവടം നടത്തി, പുസ്തകം നടത്തി, ഒളിഞ്ഞു. ബേപ്പൂർ BC റോഡിലെ GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ പാത്തുമ്മയുടെ ആടിലെ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അനുസ്മരണ യാത്രയുമായാണ് സുൽത്താന്റെ വീട്ടിലെത്തിയത്. ബഷീറിന്റെ കുടുംബവും അതിഥികളും ചേർന്ന് അവരെ സ്വീകരിച്ചു. സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിനെത്തി. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ PV ഗംഗാധരൻ, ഭാസി മലാപ്പറമ്പ്, ഡോക്ടർ ഖദീജ മുംതാസ്, നവാസ് പൂനൂർ, KM റോഷൻ, ജാനമ്മ കുഞ്ഞുണ്ണി, സുധീർ കടലുണ്ടി, മണ്ണൂർ പ്രകാശ്, കൗൺസിലർ PP ബീരാൻ ഗോയ, കാനേഷ് പൂനൂർ, KS വെങ്കടാചലം എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ അനുമതിയില്ലാതെ അനധികൃതമായ ഒരു കെട്ടിട നിർമ്മാണം. കാരപ്പറമ്പ് കൃഷ്ണമേനോൻ നായർ റോഡിന് സമീപമാണ് ഉത്തരവുകളും നിയമങ്ങളും കാറ്റിൽ പറത്തി 3 നില കെട്ടിടം ഉയർന്നത്. നടപടികൾ വൈകിച്ച് കോർപ്പറേഷൻ അധികൃതരും. കാരപ്പറമ്പ് കൃഷ്ണൻ നായർ റോഡിന് സമീപത്ത് 2.5 സെന്റ് സ്ഥലത്താണ് കോർപ്പറേഷൻ അനുമതിയില്ലാതെ അനധികൃതമായ ഒരു 3 നില കെട്ടിടം ഉയർന്നത്. റെസിഡൻസ് ഏരിയ ആയതിനാൽ ഈ സ്ഥലത്ത് ഒരു വീട് നിർമ്മിക്കാനുള്ള അനുമതി മാത്രമേ കോർപ്പറേഷൻ നൽകിയിരുന്നുള്ളൂ. എന്നാൽ വീടെന്ന പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ച് പിന്നീട് അതൊരു 2 നില കെട്ടിടമാവാനുള്ള പ്രവർത്തനങ്ങൾ കണ്ടതോടെ നാട്ടുകാർ കോർപ്പറേഷന് പരാതി നൽകിയിരുന്നു. കണ്ണൂർ സ്വദേശിയായ ആഷിഖ് മാമുവിന്റേതാണ് ഈ 2.5 സെന്റ് സ്ഥലം. ഇയാളുടെ പേരിലാണ് നാട്ടുകാർ കോർപ്പറേഷന് പരാതി നൽകിയത്. പരാതി പരിഗണിച്ച് കോർപ്പറേഷൻ പലതവണ കെട്ടിടം പൊളിക്കാനായി സ്ഥലം സന്ദർശിച്ചെങ്കിലും തുടർ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. സമീപവാസിയായ അനീഷ് കുമാർ മുൻകൈയെടുത്താണ് കോർപ്പറേഷനിൽ പരാതി നൽകിയത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഒരു നിശ്ചിത പരിധി പാലിക്കാതെയാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ചില സമയത്ത് നമ്മൾ അത് കോർപ്പറേഷനിൽ അറിയിക്കുന്ന സമയത്ത് അവർ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അത് തുടങ്ങുമ്പം കോർപ്പറേഷൻ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിവരാവകാശത്തിൽ ഇത് കൊടുത്തു. വിവരാവകാശത്തിൽ നിന്ന് പേപ്പർ കിട്ടിയാലും പൊളിച്ചു നിൽക്കാനുള്ള ഇത് വിവരാവകാശത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ
കഴിഞ്ഞ കൊല്ലം 10ാം മാസത്തിൽ അവർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ജനുവരിയിലും അവർക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട് 2017 ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിട്ടുമില്ല. കോർപ്പറേഷൻ്റെ അടുത്ത് നടപടികളൊന്നും വന്നിട്ടില്ല. കോർപ്പറേഷൻ അനുമതിയില്ലാതെ നഗരത്തിന്റെ കണ്ണായ ഭാഗത്ത് ഇത്തരമൊരു അനധികൃത കെട്ടിട നിർമ്മാണം നടന്നിട്ടും പരാതി പരിഗണിച്ച് ഉത്തരവിറക്കിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തത് ആരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കാനാണെന്നുള്ള ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. നിയമവും നീതിയും കാറ്റിൽ പറത്തി അധികൃതർ മൗനമായി ഭൂഷകൾക്ക് കൂട്ടുനിൽക്കുകയാണോ? വാർത്തകളിൽ ഒരിടവേള കൂടി. അതെ, നിങ്ങളല്ലേ എനിക്കിപ്പോഴും ഡ്രസ്സ് വാങ്ങിച്ചിരുന്നേ. ഇത്തവണ ഞാൻ വാങ്ങിച്ചുതരാം. പേടിക്കണ്ട, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനാ. നിങ്ങൾക്ക് മാത്രമല്ല, ഫുൾ ഫാമിലിക്കും ഉണ്ട്. ഒന്നല്ല 2 സെറ്റ് വീതം. കല്യാൺ സിൽക്സിന്റെ ആഡി സെയിൽ തുടങ്ങിയല്ലേ? ഇങ്ങനെ മനസ്സിലായി. പുതിയ കളക്ഷൻ, ഫുൾ ഫാമിലി, 2 സെറ്റ്. ഇതിൽ കൂടുതൽ എന്ത് ക്ലൂ വേണമടാ? കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഇൻ ഹൗസ് ഡിസൈനർമാർ ഒരുക്കുന്ന കളക്ഷനുകളാണ് 50% വരെ വിലക്കുറവ് ആഡി സെയിലിനായി എത്തുന്നത്. കല്യാൺ സിൽക്സ് ആഡി സെയിൽ 2017 ഏറ്റവും പുതിയ കളക്ഷനുകൾ 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. വിദ്യാഭ്യാസ രംഗത്ത് വിജയത്തിന്റെയും വിശ്വാസത്തിന്റെയും ഉത്കൃഷ്ടമായ 50 വർഷങ്ങൾ സമ്മാനിച്ച നെഹ്റു ഗ്രൂപ്പിന്റെ കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിനേക്കാൾ കുറവിൽ പഠിക്കാൻ സുവർണാവസരം. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ, മറ്റാർക്കും നൽകാനാവാത്ത ഫീസ് ഇളവുകൾ. എല്ലാ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. You by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. പോരാട്ടങ്ങളിലൂടെ സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുത്ത സംഘടനാ നേതാവായിരുന്നു CH അശോകനെന്ന് CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ. കേരള NGO യൂണിയൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച CH അശോകൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM ജില്ലാ കമ്മിറ്റി അംഗവും കേരള NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന CH അശോകന് നാടിന്റെ സ്മരണാഞ്ജലി. CH അശോകന്റെ 4ാം ചരമവാർഷികം NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളത് സർക്കാർ ജീവനക്കാരുടെ NGO യൂണിയൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് P അജയകുമാർ അധ്യക്ഷനായി. പ്രൊഫസർ MM നാരായണൻ സാംസ്കാരിക പ്രഭാഷണവും യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E പ്രേംകുമാർ അനുസ്മരണ പ്രഭാഷണവും നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K രാജചന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം M മുരളീധരൻ, ജില്ലാ സെക്രട്ടറി P സത്യൻ, ജോയിന്റ് സെക്രട്ടറി PP സന്തോഷ് എന്നിവർ സംസാരിച്ചു. യുവ സംരംഭകരെ സൃഷ്ടിക്കാൻ സ്റ്റാർട്ടപ്പ് സംഘടിപ്പിച്ചു. വടക്കൻ കേരളത്തിൽ യുവ സംരംഭകർക്ക് സംരംഭക സംസ്കാരം വളർത്തിയെടുക്കാൻ KSIDC ആണ് സ്റ്റാർട്ടപ്പ് കോഴിക്കോട് എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പുതുമയാർന്ന ആശയങ്ങളുമായി സംരംഭക യാത്രയ്ക്ക് ഒരുങ്ങുന്ന സംരംഭകർക്കാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ്, എന്റർപ്രണർഷിപ്പ്, മാർക്കറ്റിംഗ്, അടിസ്ഥാന സൗകര്യ ലഭ്യത, മെട്രിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ 4 ഇന്ററാക്റ്റീവ് സെക്ഷനുകൾ പരിപാടിയിലുണ്ടായിരുന്നു. KSIDC MD ഡോക്ടർ M ബീന IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും അവർക്ക് ആവശ്യം ടെക്നിക്കൽ ആവശ്യങ്ങളെക്കാൾ ചിലർക്ക് ലീഗൽ ഇത് റൂൾസ് ഫ്രെയിം ചെയ്യാനാവില്ല, അല്ലെങ്കിൽ ചിലർക്ക് അക്കൗണ്ടിങ്ങിലായിരിക്കും ഇഷ്യൂസ്. അങ്ങനെയുള്ള എന്താണോ അവരുടെ ആവശ്യം അതിനനുസൃതമായിട്ടുള്ള മെന്ററിംഗ് സപ്പോർട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ ലീഡ് ഇൻവെസ്റ്ററായ നാഗരാജ പ്രകാശം, മെറ്റർ ഗുരു MD SR നായർ, മെറ്റ്ലാബ്സ് MD ഗിരീഷ് ഗോപാൽ തുടങ്ങിയവർ വിവിധ സെക്ഷനുകളിൽ കൈകാര്യം ചെയ്തു. KSIDC ഐമാർക്ക് ഗ്ലോബലുമായി സഹകരിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. MESന് കീഴിലുള്ള 100-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡിജിറ്റലാക്കുന്നു. സോഫ്റ്റ്വെയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൊല്യൂഷൻ രംഗത്തെ പ്രമുഖരായ ഏരിയസ് എസ്ട്രോഡുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് സംബന്ധിച്ച ധാരണാപത്രം MES പ്രസിഡന്റ് PA ഫസൽ ഗഫൂറും ഏരിയസ് ഡയറക്ടർ MS മോനിഷും ചേർന്ന് ഒപ്പുവെച്ചു. MESന് കീഴിലെ 100ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഡിജിറ്റലൈസ് ചെയ്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തി MESും ഏരിയസ് എസ്ട്രോഡോയും ധാരണാപത്രം ഒപ്പുവെച്ചു.
നടക്കാവ് MES ഫാത്തിമ ഗഫൂർ മെമ്മോറിയൽ വിമൻസ് കോളേജിൽ നടന്ന ചടങ്ങിൽ ഏരീസ് എസ്ട്രാഡോ ഡയറക്ടർ MS മോനിഷും MES പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂറും തമ്മിൽ ധാരണാപത്രം കൈമാറി. Elvis ERP എന്ന എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ MESന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലവിൽ വരുന്നതോടെ സ്ഥാപന അധികൃതരും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും കഴിയുമെന്ന് ഇരുവരും അറിയിച്ചു. ഏരീസ് ഗ്രൂപ്പ് ഡയറക്ടർ സതീഷ് ചന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു. ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നതിനുള്ള പ്രാഥമിക പരിശോധന ഒരുക്കി മലബാർ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി. വോക്സർ ബയോ ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് സൗജന്യ പരിശോധന നടത്തുന്നത്. ഇതിനു പുറമെ പ്രമേഹ തിമിര നിർണയത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മഴക്കാലം ശക്തമായതോടെ സംസ്ഥാനം പകർച്ചവ്യാധികളുടെ ഭീതിയിലാണ്. ഡെങ്കിപ്പനി ബാധിച്ച് നിരവധി പേരാണ് മരണപ്പെട്ടത്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും മറ്റ് ആശുപത്രികളിലും പനിബാധിതരുടെ എണ്ണം വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ സാധാരണക്കാരന് കൈത്താങ്ങായി സൂപ്പർ സ്പെഷ്യാലിറ്റി മലബാർ കണ്ണാശുപത്രിയിൽ ഡെങ്കിപ്പനി മലേറിയ നിർണയ പരിശോധന ക്യാമ്പ് ഒരുങ്ങി. ക്യാമ്പിനെ കുറിച്ച് CEO അബ്ദുൽ സലാം EK. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ലാബുകളിലെല്ലാം ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിറ്റക്ഷനാണ് ഈ ഡെങ്കിക്കും മലേറിയയ്ക്കും ഉള്ളത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വോക്സ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇത് വളരെ അഫോർഡബിൾ ആയിട്ടും ഇങ്ങനെയുള്ള ഇതിനുള്ള കിറ്റുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി മലബാർ കണ്ണാശുപത്രിയും മലബാർ ഡയബറ്റിക് ഫൗണ്ടേഷനും വോക്സർ ബയോ ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് സൗജന്യ പരിശോധന ഒരുക്കിയത്. So Voxer Bio Limited came up with a noble cause of getting it treated free of cost, and in this noble cause Malabar Eye Hospital has helped us in achieving these goals here in Kerala. And we are promoting this particular product here for free of cost testing of dengue, malaria and other disease. 6, 7, 8 എന്ന തീയതികളിലായാണ് ക്യാമ്പ്. 1500 രൂപയോളം ചിലവ് വരുന്ന പരിശോധനയാണ് സൗജന്യമായി നൽകുന്നത്. ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലും ഈ ക്യാമ്പ് വ്യാപിപ്പിക്കാനാണ് ഇവർ ഒരുങ്ങുന്നത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ രക്തം പരിശോധനയ്ക്ക് നൽകിയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ സഹകരണവും ഈ ക്യാമ്പിനുണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി മലബാർ ഹൈ ഹോസ്പിറ്റൽ MD PM റഷീദ്, ഡയറക്ടർമാരായ ഉമേർ B, അജിമോൻ, MD ബാബു, വോക്സർ ബയോ ലിമിറ്റഡ് പ്രതിനിധി ഹരീഷ് വാസുദേവൻ തുടങ്ങിയവരും സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയിൽ മതേതര ശക്തികളുടെ കൂട്ടായ്മയുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് എന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണി. മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് കോഴിക്കോട് തുടക്കം. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI മാർച്ച്. ജിഷ്ണു പ്രണയുടെ കേസ് തേച്ചുമാച്ചു കളയാൻ അനുവദിക്കില്ലെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VK സാനു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയെ തിരിച്ചുപിടിക്കാൻ എന്തു ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് MT വാസുദേവൻ നായർ. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങൾ പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് BSS അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് AIMI, തളി സമൂഹം റോഡ്, പാളയം, കോഴിക്കോട്, മുക്കം, എടവണ്ണപ്പാറ, താമരശ്ശേരി, അരീക്കോട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. 5 കോടിയിൽ പരം രൂപയുടെ നെഹ്റു വിജ്ഞാൻ സ്കോളർഷിപ്പുകൾ. Nehru Group of Institutions.